Hi my dear friends, hope you are all doing well. ഇന്ന് നമുക്ക് A.K.Ramanujan എഴുതിയ എ ബഫലോ വിത്തൗട്ട് ബോൺസ് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് A.K.Ramanuജനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. A.K.Ramanujan വാസ് എ പോയറ്റ്. അദ്ദേഹം ഒരു പോയറ്റായിരുന്നു, സ്കോളറായിരുന്നു, ലിംഗ്വിസ്റ്റ് ആയിരുന്നു, ഫിലോളജിസ്റ്റ് ആയിരുന്നു, ഫോക്ലോറിസ്റ്റ് ആയിരുന്നു, ട്രാൻസ്ലേറ്റർ ആയിരുന്നു, പ്ലേ റൈറ്റ് ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ഗവേഷണം 5 ഭാഷകളായി വ്യാപിച്ചിരുന്നു. ഏതൊക്കെ ഭാഷയെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, തെലുങ്കു ആൻഡ് സാൻസ്ക്രിറ്റ്. അതുപോലെ ഹി വാസ് അവാർഡഡ്, അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1999 ഫോർ ദ കളക്റ്റഡ് പോയംസിനായിരുന്നു കിട്ടിയിരുന്നത്. ഇനി നമുക്ക് എ ബഫലോ വിത്തൗട്ട് ബോൺസ് എന്നുള്ള സ്റ്റോറി വായിച്ച് മനസ്സിലാക്കാം. നമുക്ക് തുടങ്ങാം. ഇൻ എ സർട്ടൻ ടൗൺ ദർ വർ 3 brothers. അപ്പോൾ ഒരു പട്ടണത്തിൽ 3 brothers ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ സിസ്റ്റർ ഹു ഹാഡ് ബീൻ ഗിവൺ ഇൻ മാരേജ് ടു എ മാൻ ഫ്രം അനദർ ടൗൺ. അപ്പോൾ അവർക്ക് മറ്റൊരു പട്ടണത്തിൽ നിന്നൊരാളെ വിവാഹം കഴിച്ച അവർക്കൊരു സഹോദരിയും ഉണ്ടായിരുന്നു. ദ ബ്രദേഴ്സ് വെർ ഓൾസോ മാരീഡ് ആൻഡ് ഈച്ച് ഹാഡ് എ സൺ. അപ്പോൾ ഈ 3 ബ്രദേഴ്സും കല്യാണം കഴിച്ചതായിരുന്നു. അതുപോലെ അവർക്ക് 3 പേർക്കും ഓരോരോ മകനായിരുന്നു ഉണ്ടായിരുന്നത്. ദെയർ സിസ്റ്റർ ഹാഡ് എ ഡോട്ടർ. അതുപോലെ അവരുടെ സഹോദരിക്ക് ഒരു മകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ദ എൽഡേഴ്സ് ബ്രദർ ഗ്രൂ ഓൾഡ് ആൻഡ് വാസ് അബൌട്ട് ടു ഡൈ. അപ്പം കാലക്രമേണ അത് ആസ് ടൈം ഗോസ് ബൈ എൽഡർ ബ്രദർ നല്ല വയസ്സായി മരിക്കുന്നൊരവസ്ഥയാത്തിൽ ആ ഒരു അവസ്ഥയിലെത്തി. ഹിസ് സൺ ഹു വാസ് ബൈ നൗ എ യങ് മാൻ കം ടു ഹിം ആൻഡ് ആസ്ക്ഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ അരികെ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പ വാട്ട് ഡിഡ് യു ഡു ഫോർ മീ? അപ്പം നീ എനിക്കായിട്ട് എന്ത് ചെയ്തു എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ദ ഫാദർ സെഡ് വാട്ട് ഐ ഹാവ് നോട്ട് ഡൺ ഫോർ യു. അപ്പോൾ തിരിച്ച് അച്ഛൻ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടില്ലാത്തത് എന്ന് വെച്ചാൽ ആവശ്യത്തിലധികം ചെയ്തിട്ടുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ഇനി ലിസ്റ്റ് പറയും. ഐ എം ലീവിങ് യു ലാൻഡ്, ഓർച്ചഡ് എന്ന് വെച്ചാൽ തോട്ടം, ഫീൽഡ്സ്, വെൽത്ത്, ഷീപ്പ്, കാറ്റിൽ. അപ്പോൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടില്ലേ. ദ ഹൗസ് ഈസ് ഫുൾ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. അത് പോരാഞ്ഞിട്ട് ഹൗസ് ഫുൾ ഓഫ് എന്തൊക്കെയാണ്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. വാട്ട് എൽസ് ഡു യു വാണ്ട്? ഇനി നിനക്ക് എന്താ വേണ്ടുന്നത്? ദ സൺ റിപ്ലൈഡ് ഐ എം നോട്ട് ആസ്കിങ് ഫോർ വെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വെൽത്തും പ്രോപ്പർട്ടി ഒന്നും അല്ല ചോദിക്കുന്നത്. യു ഡിഡ്ന്റ് ഗെറ്റ് മീ മാരീഡ് വൈൽ യു വർ സ്റ്റിൽ ഏബിൾ ടു ഡു സോ. അതായത് നീ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തന്നില്ല. അതാണ് അവൻ്റെ ക്വസ്റ്റ്യൻ, അതാണ് അവൻ്റെ വിഷമം. ദ ഫാദർ ഷൂക്ക് ഹിസ് ഹെഡ് ഇൻ അഗ്രിമെൻറ്റ്. അപ്പം ഓക്കെ, അവൻ പറഞ്ഞത് കറക്റ്റാ എന്നുള്ളത്, ആ ഒരു ഇത് കറക്റ്റാന്നുള്ളത് കൊണ്ട് അച്ഛൻ ഷൂക്ക് ഹിസ് ഹെഡ് വെച്ച് തല ഇങ്ങനെ ആട്ടി കറക്റ്റ് ആ അഗ്രിമെൻറ്റ് പ്രപ്പോസ് ചെയ്ത്. Oh, that's true. But never mind. My sister has a daughter whom you can marry according to our custom. She's a fine girl and very beautiful. Wait for a few days and go talk to your aunt. അപ്പം അച്ഛൻ പറഞ്ഞു, അത് ഓക്കെ, നീ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ അതോർത്ത് വിഷമിക്കേണ്ട. എൻ്റെ സഹോദരിക്കൊരു മകളുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ഗേളാണ്, ഗുഡ് ഗേളാണ്. അതുപോലെ യു ജസ്റ്റ് വെയിറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്, ഫ്യൂ ഡേയ്സ് വെയിറ്റ് ചെയ്തിട്ട് ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ആസ്ക് ഹെർ ടു ഗിവ് യു ഹെർ ഡോട്ടർ ഇൻ മാരേജ്, ടെൽ ഹെർ ഐ സെഡ് സോ. അതുപോലെ ആൻറ്റിയോട് പറയണം, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്നോട് പറഞ്ഞ് നിർത്തി. ഹാവിങ് സെഡ് ദിസ് ഹി ബ്രെത്ത് ഹിസ് ലാസ്റ്റ്. ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ പറയത്തില്ലേ, ബ്രെത്ത് ഹിസ് ലാസ്റ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ്, അന്ത്യശ്വാസം എന്നൊക്കെ പറയത്തില്ല, അവസാന ശ്വാസം വലിച്ചു. ദ സൺ ബറീഡ് ഹിം ഇൻ ദ പ്രോപ്പർ മാനർ ആൻഡ് മോൺഡ് ഹിം ഫോർ എ ലോങ് ടൈം. മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലപിക്കുക, ഇല്ലേ കരയുക. അപ്പം ഈ മകൻ എന്ത് വെച്ചാൽ അച്ഛനെ അടക്കം ചെയ്ത ശേഷം അച്ഛനോർത്ത് വിഷമിച്ചു. ദ സെക്കൻഡ് ബ്രദർ ഓൾസോ ഗ്രൂ ഓൾഡ് ആൻഡ് ഇറ്റ് വാസ് ടൈം ഫോർ ഹിം ടു ഡൈ. അതേപോലെ രണ്ടാമത്തെ ബ്രദറും വയസ്സായി, അതുപോലെ മരിക്കാർ ആ ഒരു അവസ്ഥയിലായി. ഹിസ് സൺ ടു കെയിം ആൻഡ് ആസ്ക്ഡ് ഹിം. അപ്പം സെക്കൻഡ് ബ്രദറിൻ്റെ മകനും വന്ന് ചോദിച്ചു, ഫാദർ വാട്ട് ഡിഡ് യു ഡു ഫോർ മീ? നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ദ ഫാദർ സെഡ് വാട്ട് ഹാവിൻ ഐ ഡൺ ഫോർ യു. അപ്പം ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തിട്ടില്ലാത്തത് എന്ന് ചോദിച്ചു. ഐ എം ലിവിങ് യു പ്ലെൻറ്റി, ദാറ്റ്സ് നോട്ട് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അപ്പം ഫസ്റ്റുള്ള ബ്രദറിൻ്റെ അടുത്ത് മകൻ ഇതാണ് ചോദിച്ചത്, സെക്കൻഡുള്ള ബ്രദറിൻ്റെ അടുത്ത് സെക്കൻഡ് ബ്രദറിൻ്റെ മകൻ ഇതാണ് ചോദിച്ചത്. അപ്പം യു ഡിഡ്ന്റ് ഗെറ്റ് മീ മാരീഡ് വൈൽ യു വർ സ്റ്റിൽ സ്ട്രോങ് ആൻഡ് ഏബിൾ. അപ്പോൾ ഈ മകൻ്റെ ആവശ്യം ഇതായിരുന്നു, കല്യാണം കഴിപ്പിച്ചില്ല അച്ഛൻ. ദാറ്റ്സ് ക്വൈറ്റ് ട്രൂ, ഐ ഷുഡ് ഹാവ് ആൻഡ് ഐ ഡിഡ്ന്റ്. അത് പറഞ്ഞത് സത്യമാണ്, ഞാൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. ബട്ട് നോ മാറ്റർ, യുവർ ആൻറ്റ്സ് ഡോട്ടർ ഇസ് എ ഫൈൻ ഗേൾ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. വെൻ യു ആർ റെഡി യു ഗോ ആൻഡ് ആസ്ക് യുവർ ആൻറ്റ്സ് പെർമിഷൻ ആൻഡ് മാരി ഹെർ ഡോട്ടർ. അപ്പം ഈ സെക്കൻഡ് ബ്രദറും പറഞ്ഞു, എൻ്റെ സഹോദരിക്കൊരു മകളുണ്ട്, മകൾ നല്ല ബ്യൂട്ടിഫുൾ ഗേളാണ്, ഗുഡ് ഗേളാണ്. നീ എപ്പോഴാണോ റെഡിയെന്ന് നിനക്ക് തോന്നുന്നത്, നീ ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് കല്യാണം കഴിച്ചോ.
ഹാർഡ്ലി ഹാഡ് ഹി ഫിനിഷ്ഡ് സെയിങ് വാട്ട് ഹി ഡിഡ് വെൻ ഹിസ് ലൈഫ് ലെഫ്റ്റ് ഹിം. അപ്പം എന്തൊക്കെ ചെയ്തു അദ്ദേഹം മകന് വേണ്ടി എന്ന് പറഞ്ഞ് അങ്ങനെ തീരുന്ന ആ ഒരു സമയം ആയപ്പോഴത്തേക്ക് ഹി ലെഫ്റ്റ്, അതായത് ഹി ഡൈഡ്. The son dutifully buried him according to their proper rites and mourned him for a long time. അപ്പോൾ അച്ഛന് മകൻ അടക്കമെല്ലാം ചെയ്തു, അവരുടെ സിസ്റ്റം അനുസരിച്ച്, അവരുടെ പ്രോപ്പർ റൈറ്റ്സ്, റിച്വൽസ്, കസ്റ്റംസ് ഒക്കെ അനുസരിച്ച് അടക്കം ചെയ്ത ശേഷം അച്ഛനോർത്ത് വിഷമിച്ചു. When it was time for the third brother to die, he too told his son that he should marry his aunt's daughter and then died. അപ്പം മൂന്നാമത്തെ ബ്രദർ മരിക്കാൻ ആ സമയമായപ്പോഴത്തേക്ക് മകനോട് പറഞ്ഞു, ആൻറ്റിക്കൊരു നല്ല ബ്യൂട്ടിഫുൾ ഫൈൻ ഡോട്ടർ ഉണ്ട്, ആ മകളെ പോയി കല്യാണം കഴിക്കണം എന്ന്. One fine day, the three sons of the three brothers dressed themselves up in their best clothes. അപ്പോൾ നല്ലൊരു ഫൈൻ ദിവസം, ഒരു നല്ല ദിവസം, ഈ മൂന്ന് ബ്രദേഴ്സിൻ്റെ മൂന്ന് പിള്ളേരും നല്ല നീറ്റായിട്ട് ഡ്രസ്സെല്ലാം ചെയ്ത് അവരുടെ ബെസ്റ്റ് ക്ലോത്ത്സിൽ ഡ്രസ്സെല്ലാം ചെയ്ത് പുട്ട് ഓൺ ദർ ബെസ്റ്റ് ജ്വല്ലറി. പുട്ട് ഓൺ മീൻസ് ധരിക്കുക എന്ന് പറയും. ബെസ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറി എല്ലാം ധരിച്ചിട്ട് ആൻഡ് അറൈവ്ഡ് അറ്റ് ദർ ആൻഡ്സ് ഹൗസ്. ആൻറ്റിയുടെ ഹൗസിലോട്ട് അവർ എത്തി. ഷീ ഗേവ് ദം വാട്ടർ ഫോർ ദർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, ആസ്ക്ഡ് ദം ടു സിറ്റ് ഓൺ ദ കോട്ട് ആൻഡ് എൻക്വയർഡ് വൈ ദേ ഹാഡ് കം ആൻഡ് വാട്ട് ദേ വുഡ് ലൈക്ക്. അപ്പം വന്നതും ആൻറ്റി അവർക്ക് കൈയും കാലെല്ലാം കഴുകാനുള്ള വെള്ളം കൊടുത്തു. അത് അവരോട് കോട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്തിനാ വന്നത് എന്ന് ജസ്റ്റ് എൻക്വയറി ചെയ്തു. Then the eldest nephew പറഞ്ഞു, when my father died, he told me that I should marry your daughter. So I have come to ask for her hand. Ask for her hand means നമ്മൾ പെർമിഷൻ ചോദിക്കത്തില്ലേ കല്യാണത്തിന്, അതന്നെ പ്രപ്പോസ് ചെയ്യുന്നത്, അതിനുവേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ അച്ഛൻ്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ ആ പെർമിഷന് വേണ്ടി ഞാൻ വന്നതാണ്. ദ അതർ ടു ബ്രദേഴ്സ് സൺ ഓൾസോ സെഡ് ദ സെയിം തിങ്. അപ്പം മറ്റേ രണ്ട് ബ്രദേഴ്സിൻ്റെ മക്കളും ഇത് തന്നെ സെയിം പറഞ്ഞു. ദ ആൻഡ് വാസ് ക്വൈറ്റ് ബിവിൽഡേഡ് മീൻസ് കൺഫ്യൂസ്ഡായി. ഈ മൂന്ന് പേരും ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൺഫ്യൂഷനായി. വാട്ട് ഷാൽ ഐ ഡു ആൻഡ് ഷീ ക്രൈഡ് ഇൻ ഡിസ്ട്രസ്. അപ്പം ഈ സെയിം മൂന്നുപേരും ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അവരൊന്ന് വാട്ട് ഷാൽ ഐ ഡു, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഷീ ക്രൈഡ് ഇൻ ഡിസ്ട്രസ് മീൻസ് ആൻസൈറ്റിയിൽ, വിഷമത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ കരഞ്ഞു. ഷീ ഈവൻ സാറ്റ് ഫോർ എ വൈൽ വിത്ത് ഹെർ ഹെഡ് ഇൻ ഹെർ ഹാൻഡ്സ്. നമ്മളിങ്ങനെ ഭയങ്കര വിഷമം വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ തലയിൽ കൈവച്ചിങ്ങനെ ഇരിക്കത്തില്ലേ, ഷോക്കായിട്ട്, അതേ സിറ്റുവേഷൻ. ഷീ ഈവൻ സാറ്റ് ഫോർ എ വൈൽ വിത്ത് ഹെർ ഹെഡ് ഇൻ ഹെർ ഹാൻഡ്സ്. ഹെർ ഹസ്ബൻഡ് കെയിം ദെയർ ആൻഡ് സൂൺ ഫൗണ്ട് വാട്ട് ദ മാറ്റർ വാസ്. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് അവരുടെ ഹസ്ബൻഡ് വന്നു. അപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി എന്താ സംഭവം എന്നുള്ളതെല്ലാം മനസ്സിലായി. ബൈ ഗോഡ് ദിസ് ഈസ് ഡിഫിക്കൾട്ട്, വി ഹാവ് ഓൺലി വൺ ഡോട്ടർ ആൻഡ് ഹിയർ യു ആർ 3 eligible young men ready to marry her. Whom shall we give her to? He said. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ കാക്കൂടെ ഒരു മകളെ ഉള്ളൂ, ഇവിടെ നിങ്ങൾ 3 എലിജിബിളായിട്ടുള്ള യങ് മെൻ വന്നിരിക്കുവാണ് എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത്? ആൻഡ് തോട്ട് ഓഫ് എ വേ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനുമായിട്ട് വരുന്നതിനെയാണ് തോട്ട് ഓഫ് എ വേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഹി കോൾ ഈച്ച് ഓഫ് ദം ആൻഡ് ഗേവ് ഈച്ച് a 100 rupee. അപ്പോൾ ഓരോരുത്തരെയും വിളിച്ചിട്ട് അവർക്ക് 100 രൂപ കൊടുത്തു. വിച്ച് വാസ് എ ലോട്ട് ഓഫ് മണി ഇൻ ദോസ് ഡേയ്സ്. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ ചില്ലറക്കാരിയായിട്ട് വിചാരിക്കരുത്, അന്നത്തെ കാലത്ത് ഇത് വലിയൊരു എമൗണ്ട് ആണ്. അതാണ് പറയുന്നത് വിച്ച് വാസ് എ ലോട്ട് ഓഫ് മണി ഇൻ ദോസ് ഡേയ്സ്. ആൻഡ് സെഡ്, ഡിയർ ബോയ്സ്, യൂസ് ദിസ് മണി ടു ബൈ വാട്ട് യു കൺസിഡർ ദ ബെസ്റ്റ് തിങ് ദിസ് മണി ക്യാൻ ബൈ. അപ്പം പറഞ്ഞു, ഡിയർ ബോയ്സ്, ഈ 100 രൂപ നിങ്ങൾ യൂസ് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ ബെസ്റ്റ് തിങ്, നിങ്ങൾക്ക് തോന്നുമല്ലോ ഏറ്റവും നല്ല ബെസ്റ്റ് തിങ് ആയിട്ട് എന്താണെന്നുള്ളത്, അത് നിങ്ങൾ ഈ 100 രൂപ വെച്ച് വാങ്ങണമെന്ന് പറഞ്ഞു. ദ പേഴ്സൺ ഹു ബ്രിങ്സ് ദ വെരി ബെസ്റ്റ് തിങ് വിൽ ഗെറ്റ് മൈ ഡോട്ടർ. ആരാണ് ബെസ്റ്റ് തിങ് വാങ്ങിച്ചിട്ട് വരുന്നത് അവർക്ക് ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും. ഫോർ ഹി വുഡ് ബി ദ സ്മാർട്ടസ്റ്റ് ഓഫ് ദ 3. അതുപോലെ ആ ആളായിരിക്കും ഈ 3 പേരിൽ സ്മാർട്ടസ്റ്റ്. ലെറ്റ് സീ വാട്ട് യു ബ്രിങ്, ഗോ നൗ. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ എന്താ കൊണ്ടുവരാൻ പോകുന്നത്, ഗോ നൗ, പൊക്കോളൂ എന്ന് പറഞ്ഞു. ഓഫ് ദ 3 cousins went with the money looking for the best thing it could buy. അപ്പോൾ ഈ 3 പേരും ഈ 100 രൂപയായിട്ട് പോയി ബെസ്റ്റ് തിങ് അവർക്ക് എന്താ അവർ വാങ്ങേണ്ടതെന്നുള്ള അന്വേഷിച്ച് അവർ ഈ 100 രൂപയായിട്ട് പോയി. ദേ ട്രാവൽഡ് ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് ത്രൂ മെനി റീജിയൻസ് ആൻഡ് അറൈവ്ഡ് ഇൻ എ സ്ട്രേഞ്ച് സിറ്റി. അപ്പോൾ അവർ 100 മൈൽ ദൂരെ ട്രാവൽ ചെയ്ത് അവരൊരു സ്ട്രേഞ്ച് സിറ്റിയിൽ റീച്ച് ചെയ്തു. ദെയർ ഇൻ ദ മാർക്കറ്റ് പ്ലേസ് എ മാൻ വാസ് ഓഫറിങ് എ മിറർ ഫോർ സെയിൽ. അപ്പോൾ അവിടുത്തെ സ്ട്രേഞ്ച് സിറ്റിയിലെ മാർക്കറ്റ് പ്ലേസിലെത്തി. അപ്പം അവിടെ അവർ നോക്കിയപ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ ഒരു മിറർ സെയിലിന് വെച്ചിരിക്കുകയാണ്,
കണ്ണാടി. ദ എൽഡസ്റ്റ് ഓഫ് ദ 3 cousins വാസ് ടേക്കൺ വിത്ത് ദ മിറർ. ടേക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ഹോൾഡ് ഓഫ്, എടുക്കുക. അപ്പം ആ കൂട്ടത്തിലെ എൽഡസ്റ്റ് ബ്രദറിൻ്റെ മകൻ, എൽഡസ്റ്റ് ഓഫ് ദ 3 cousins വാസ് ടേക്ക് ഓഫ് വിത്ത് ദ മിറർ. അപ്പം മിറർ എടുത്തു ആൻഡ് ആസ്ക്ഡ് ഫോർ ദ പ്രൈസ്. എന്നിട്ട് ഇതിൻ്റെ വില ചോദിച്ചു. ദ മാൻ സെഡ് 100 rupees. അപ്പോൾ എത്ര രൂപ? 100 rupees എന്ന് പറഞ്ഞു. വൈ 100 rupees ഫോർ ദിസ് മിറർ? അപ്പോൾ എന്തിനാ ഈ മിററിന് 100 രൂപ എന്ന് ചോദിച്ചു. വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് ആസ് ദ കസിൻ. ഇത് 100 rupees കൊടുക്കാൻ വേണ്ടി ഇതിന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു. ദ മാൻ റിപ്ലൈഡ്, ദിസ് ഈസ് നോ ഓർഡിനറി ലുക്കിംഗ് ഗ്ലാസ് ഇൻ വിച്ച് യു ലുക്ക് അറ്റ് യുവർ ഫേസ്. ഇതൊരു ഓർഡിനറി ലുക്കിംഗ് ഗ്ലാസ് അല്ല. നമ്മൾ ഈ നമ്മുടെ ഫേസ് നോക്കത്തില്ലേ, അങ്ങനത്തെ ഒരു ഓർഡിനറി ലുക്കിംഗ് ഗ്ലാസ് അല്ല. ഇഫ് യു സ്റ്റാൻഡ് ഇൻ എ ഹൈ പ്ലേസ്, utter a spell, mantra and look into this mirror, you can see everything that is happening in the world. അതായത് നിങ്ങളൊരു ഒരു ഉയരം കൂടിയ ഒരു പ്ലേസിൽ പോയി നിന്നിട്ട് എന്തെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ അട്ടർ ചെയ്യണം, നിങ്ങൾ ഉരുവിടണം. എന്നിട്ട് ഈ കണ്ണാടിയിലോട്ട് നോക്കണം. അപ്പം നിങ്ങൾക്ക് എന്താണ് വേൾഡിൽ ഹാപ്പനിങ്, എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. ആഹാ, ദിസ് ഇൻഡീഡ് ഇസ് എ ബെസ്റ്റ് തിങ് ഇൻ ദ വേൾഡ് സെഡ് ദ കസിൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് അറ്റ് വൺസ് ഫോർ 100 rupees. അപ്പോൾ അവന് തോന്നി, ഇതാണ് ഏറ്റവും ബെസ്റ്റ് തിങ് ഈ വേൾഡിൽ, ഇങ്ങനൊരു കണ്ണാടി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബെസ്റ്റ് തിങ് ആണ് എന്നും പറഞ്ഞ് അവൻ 100 rupees കൊടുത്ത് ആ കണ്ണാടി വാങ്ങിച്ചു. ദ സെക്കൻഡ് കസിൻ വാസ് ഓൾസോ വാണ്ടറിങ് ഇൻ ദ സെയിം ടൈം. വാണ്ടറിങ് മീൻസ് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുവാണ്, ഒരു സാധനം ബൈ ചെയ്യണമല്ലോ, അതിനുവേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുവാണ് ആ സെയിം ടൗണിൽ തന്നെ. വണ്ടറിങ് വാട്ട് ഹീ ഷുഡ് ബൈ. അവൻ ആലോചിക്കുക എന്ത് വാങ്ങും. വെൻ ഹീ സോ എ മെർച്ചൻറ്റ് വിത്ത് എ വിയേർഡ് മീൻസ് സ്ട്രേഞ്ച് ആയിട്ടുള്ള വിയേർഡ് ലുക്കിംഗ് ചാരിയറ്റ്. അപ്പോൾ രഥം കണ്ടു. വിയേർഡ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു രഥമാണത്. ദ കസിൻ ആസ്ക്ഡ് ഹിം ദ പ്രൈസ് ആൻഡ് വാസ് ടോൾഡ് ഇറ്റ് വുഡ് കോസ്റ്റ് ഹിം 100 rupees. അപ്പം വില ചോദിച്ചപ്പോഴത്തേക്ക് 100 rupees എന്ന് പറഞ്ഞു. വൈ 100 rupees ഫോർ ദിസ് ഓൾഡ് പീസ് ഓഫ് ചങ്ക്. അപ്പോൾ ഇവൻ ചോദിച്ചു, ഒരു ഓൾഡ് ഐറ്റത്തിന് എന്താ സ്പെഷ്യൽ, ഇതിന് എന്താ 100 rupees, ഇതിന് 100 rupees എന്ന് ചോദിച്ചു. ബിക്കോസ് ഇറ്റ് ഈസ് നോ ഓർഡിനറി ചാരിയറ്റ്. ഇഫ് യു സിറ്റ് ഇൻ ഇറ്റ് ആൻഡ് അട്ടർ എ സ്പെൽ ഇറ്റ് വിൽ ക്യാരി യു എനിവെയർ ഇൻ ദ വേൾഡ്. ദിസ് ചാരിയറ്റ് വിൽ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇതൊരു ഓർഡിനറി ചാരിയറ്റ് അല്ല. ഇതിൽ കയറിയിരുന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്പെൽ ചെയ്ത്, ഒരു മന്ത്രം സ്പെൽ ചെയ്താൽ ഉരുവിട്ട അത് നിങ്ങൾ എവിടെയാണോ ആഗ്രഹിക്കുന്നത് ഈ വേൾഡിൽ എവിടെ വേണമെങ്കിലും നിങ്ങളിത് കൊണ്ടുപോകും ചാരിയറ്റ്. ഇഫ് ദാറ്റ് സോ ഐ വിൽ ബൈ ഇറ്റ്. അതങ്ങനെയാണെങ്കിൽ, അത്രയും പവർഫുൾ ആണെങ്കിൽ ഞാനിത് ബൈ ചെയ്യാം. സെറ്റ് ദ സെക്കൻഡ് കസിൻ ആൻഡ് ബോട്ട് ഇറ്റ് അറ്റ് വൺസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവനത് വാങ്ങി. ദ തേർഡ് കസിൻ തോട്ട്. അപ്പം ഇനി തേർഡ് കസിൻ ആലോചിക്കുവാണേ, മൈ കസിൻസ് ഹാവ് ഓൾറെഡി ബ്രോട്ട് ദെയർ തിങ്സ്. എൻ്റെ കസിൻസ് എല്ലാം അവർ ആഗ്രഹിച്ച സാധനങ്ങൾ, ബെസ്റ്റ് എന്ന് അവർ ആഗ്രഹിക്കുന്നത് അതൊക്കെ വാങ്ങിച്ചു. വൺ ഹാസ് എ മിറർ, അനദർ ഐ ചാരിയറ്റ്. അപ്പോൾ ഒരാൾ മിറർ വാങ്ങിച്ചു, അടുത്ത ആൾ ഒരു രഥവും വാങ്ങിച്ചു. വാട്ട് ഷാൾ ഐ ബൈ ദറ്റ്സ് ബെറ്റർ ദാൻ ദിസ്. അപ്പോൾ അവരെക്കാളും ബെറ്ററായിട്ട് ഞാൻ എന്ത് വാങ്ങും. ആസ് ഹി റോം സ്ട്രീറ്റ് ഹി കെയിം അക്രോസ് എ മാൻ വിത്ത് എ സ്റ്റിക്ക് ഇൻ ഹിസ് ഹാൻഡ്. അപ്പോൾ അവനിങ്ങനെ റോം ചെയ്ത് ഇങ്ങനെ ആ സ്ട്രീറ്റിൽ നടക്കുമ്പോഴത്തേക്ക് അവൻ ഒരാളുടെ അടുത്ത് എത്തിച്ചേർന്നു. ആ മനുഷ്യൻ്റെ ഒരു സ്റ്റിക്കുണ്ട്. ദ സ്റ്റിക്ക് ലുക്ക്ഡ് അൺയൂഷ്വൽ. അവൻ അൺയൂഷ്വലായിട്ടിരുന്നു. ഇറ്റ് ടു കോസ്റ്റ് 100 rupees. അപ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോൾ പറഞ്ഞു 100 rupees. ദ യങ് മാൻ ആസ്ക്ഡ് ഹിം, വൈ ഷുഡ് എ മിയർ സ്റ്റിക്ക് കോസ്റ്റ് 100 rupees? ഇറ്റ് ഈസ് ഇൻ മെയ്ഡ് ഓഫ് ഗോൾഡ്. അപ്പം പറഞ്ഞു, ഒരു മിയർ ഒരു വടിക്ക് എന്താ ഈ 100 rupees? അത് ഗോൾഡ് പോലും വെച്ചുണ്ടാക്കിയതല്ല. ഇറ്റ് ഈസ് ഇൻ മെയ്ഡ് ഓഫ് എ ഗോൾഡ്. ദ മാൻ എക്സ്പ്ലെയിൻ, ദിസ് ഈസ് ബെറ്റർ ദാൻ ഗോൾഡ്. ഗോൾഡിനേക്കാളും ബെറ്ററാണിത്. ആ മനുഷ്യൻ പറഞ്ഞു, ഇഫ് എ മാൻ ഡൈസ് ഓഫ് സ്നേക്ക് ബൈറ്റ്സ്, സ്കോർപ്പിയൻ ബൈറ്റ് ഓർ ഈവൻ പ്ലേഗ്, ദിസ് സ്റ്റിക്ക് ക്യാൻ ബ്രിങ് ബാക്ക് ഹിം ടു ലൈഫ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ സ്കോർപ്പിയൻ കടിച്ച് മരിക്കുകയോ അല്ലെങ്കിൽ പാമ്പ് കടിച്ച് മരിക്കുകയോ അല്ലെങ്കിൽ പ്ലേഗ് മൂലം മരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കിന് ആ മരിച്ച ആളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ഒക്കും എന്ന് പറഞ്ഞു. റബ്, അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റബ് സം കസ്തൂരി മസ്ക് ഇൻ ടു ആസസ് മിൽക്ക്. അപ്പോൾ കസ്തൂരി മസ്ക് നിങ്ങൾ കഴുതപ്പാലിൽ റബ് ചെയ്യണം. ആൻഡ് ഡിപ്പ് ദിസ് സ്റ്റിക്ക് ഇൻ ഇറ്റ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റിക്ക് അതിൽ ഡിപ്പ് ചെയ്യണം. പുട്ട് ഇറ്റ് ഇൻ ദ ഡെഡ് മാൻസ് മൗത്ത്. ഹീ വിൽ സിറ്റ് അപ്പ് എലൈവ്. വെച്ച് കിടക്കുന്ന ആൾ ചാടി എഴുന്നേറ്റ് ഇരിക്കും. ഹീ വിൽ സിറ്റ് അപ്പ് എലൈവ്. സോ ദ യങ്ങസ്റ്റ് ഓഫ് ദ 3 cousins bought the stick. അപ്പോൾ കസിൻസിൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾ എന്താ വാങ്ങിച്ചെന്നറിയാവോ? സ്റ്റിക്ക് വാങ്ങിച്ചു. വെൻ ദ 3 of them were returning home, each thought he alone had made the best purchase. അപ്പോൾ 3 പേര് ഇങ്ങനെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ അവരവരുടെ മനസ്സിൽ അവരെന്താണോ വാങ്ങിച്ചത് അതാണ് ബെസ്റ്റ് തിങ് എന്നുള്ള കോൺഫിഡൻസിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ദ എൽഡസ്റ്റ് സെഡ്. അപ്പോൾ പോകുന്ന വഴിക്ക് എൽഡസ്റ്റ് പറഞ്ഞു, അത് മൂത്ത ആൾ പറഞ്ഞു, ഇറ്റ്സ് മോർ ദാൻ എ ഇയർ സിൻസ് വി ലെഫ്റ്റ് അവർ ആൻഡ് ആൻഡ് അങ്കിൾ. ഹൂ നോസ് വാട്ട് ഹാസ് ഹാപ്പൻ ഡ്യൂറിങ് ദിസ് ഇയർ. അപ്പം അവൻ പറയുവാണ്, വീട് വിട്ടിട്ട് നമ്മളിപ്പോൾ 1 വർഷത്തിലേറെയായി. ഇപ്പം എന്തായിരിക്കും സംഭവിച്ചത് അവിടെ ആൻറ്റിക്കും അങ്കിൾക്കും ഈ ഒരു വർഷത്തിൽ
ആർക്കറിയാം ഇങ്ങനെ പറഞ്ഞു. വെൽ ഐ ഹാവ് ദിസ് മിറർ ഇൻ വിച്ച് യു ക്യാൻ സീ എവറിഥിങ് ദാറ്റ് ഈസ് ഗോയിങ് ഇൻ ദിസ് വേൾഡ്. ഓ എൻ്റെ കയ്യിൽ മിററുണ്ട്, നമുക്ക് ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഈ ലോകത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാവും. ലെറ്റ്സ് ലുക്ക് ആൻഡ് സീ. അപ്പോൾ അതിനകത്ത് നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ ഹി വെൻ്റ് അപ്പ് എ ഹിൽ, അട്ടേർഡ് എ സ്പെൽ ആൻഡ് ലുക്ക് ഇൻ ദ മിറർ. അപ്പോൾ അവരെ ഒരു ഉയർന്ന പ്രദേശത്ത് പോയി, ഹില്ലിൽ പോയി ഒരു മന്ത്ര സ്പെല്ല് ചെയ്തു, അട്ടർ ചെയ്തു. ആൻഡ് ലുക്ക്ഡ് ഇൻ ദ മിറർ, എന്ന മിററിലോട്ട് നോക്കി. ഹിസ് ആൻഡ് ആൻഡ് അങ്കിൾ വെർ ഓൾ റൈറ്റ്. ഓക്കെ, ആൻറ്റും അങ്കിളും എല്ലാം നല്ലോണം ഇരിപ്പുണ്ട്. ബട്ട് ദി ഡോട്ടർ ഹൂം ഓൾ ത്രീ ഹാഡ് വാണ്ടഡ് ടു മാരി വാസ് ഡെഡ്. പക്ഷേ അവരുടെ മകള്, ഈ 3 പേർക്ക് ആ മകളെയാണല്ലോ കല്യാണം കഴിക്കേണ്ടത്, ആ മകള് മരിച്ചിരിക്കുന്നു. എ ബ്ലാക്ക് സ്കോർപ്പിയൻ ഹാഡ് ബിറ്റൺ ഹെർ ടു ഡെത്ത്. മരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് സ്കോർപ്പിയൻ കടിച്ചു. റിലേറ്റീവ്സ് ആഡ് ഗ്യാതേർഡ്. അപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ ഒത്തുചേർന്നിട്ടുണ്ട്. പ്ലേസ്ഡ് എ ഡെഡ് ബോഡി ഓൺ എ ബാംബൂ സ്ട്രെച്ചർ. ബാമ്പു എന്ന് വെച്ചാൽ മുളയെന്ന് പറയത്തില്ലേ, അപ്പം മുള കൊണ്ടുണ്ടാക്കിയ സ്ട്രെച്ചറിൽ ആ ഗേളിൻ്റെ ബോഡി വെച്ചിരിക്കുകയാണ്. ആൻഡ് വെർ എബൌട്ട് ടു ടേക്ക് ഇറ്റ് ടു ദ ഗ്രേവ് യാർഡ് ടു ബറി ഇറ്റ്. അപ്പം ബറി ചെയ്യാൻ വേണ്ടി ഗ്രേവ് യാർഡിലോട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. When the 3 cousins were worrying about what to do and how to get there, the second cousin said, "Why do you worry? I have this chariot, get into it." അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുന്നത്, എന്ത് ചെയ്യും, 100 മൈൽസ് ദൂരമാണ് അവരവിടെ എത്തിയിരിക്കുന്നത്, അപ്പോൾ ഇനി എങ്ങനെ സ്പീഡാ പോകാനൊക്കെ ഇല്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് കസിൻ പറഞ്ഞു, എന്തിനാ ഇത്ര വറി ആവുന്നത്, ഈ ചാരിയറ്റിലോട്ട് കയറും, നമുക്ക് പെട്ടെന്ന് പോവാം. All 3 of them climbed into and he uttered a spell. അപ്പോൾ എല്ലാവരും ആ രഥത്തിലോട്ട് കയറി, എന്നിട്ട് മന്ത്ര സ്പെൽ ചെയ്തു. ആൻഡ് അട്ടർ ചെയ്തു. ഇറ്റ് ക്യാരിഡ് ദം ഹൺഡ്രഡ്സ് ഓഫ് ആൻഡ് ലാൻഡഡ് ദം ഇൻ ദർ ആൻഡ്സ് പ്ലേസ്. വിത്തിൻ സെക്കൻഡ്സിൽ പെട്ടെന്ന് എന്ത് ചെയ്തു, എന്താ സംഭവിച്ചത്, അവരെല്ലാം ആൻറ്റിയുടെ വീട്ടിൽ എത്തിച്ചേർന്നു. ജസ്റ്റ് ആസ് റിലേറ്റീവ്സ് വർ ലിഫ്റ്റിംഗ് ദ ഡെഡ് ഗേൾ ഓൺ ടു ദെയർ ഷോൾഡേഴ്സ് ടു ടേക്ക് ഹർ ടു ദ ബറിയൽ ഗ്രൗണ്ട്, ദ തേർഡ് കസിൻ സ്റ്റോപ്ഡ് ദം. അപ്പം ചെന്നതും നോക്കുമ്പോഴത്തേക്ക് എന്താ കാണുന്നത് വെച്ചാൽ റിലേറ്റീവ്സ് എല്ലാം ആ ബോഡി, അത് ഡെഡ് ഗേളിൻ്റെ ബോഡി ലിഫ്റ്റ് ചെയ്യുവാണ് ഷോൾഡറിൽ, എങ്ങോട്ട് കൊണ്ടുപോകാൻ ഗ്രേവ് യാർഡിലോട്ട്. അപ്പോഴത്തേക്ക് ദ തേർഡ് കസിൻ അവരെല്ലാം സ്റ്റോപ്പ് ചെയ്തു, തേർഡ് കസിൻ, ആൻഡ് asked for some kasturi and some ass's milk, rubbed the kasturi in the milk, dipped the stick in it and let a few drops fall on the dead girl's lips. അപ്പം എന്നതാണ്, കസ്തൂരി മസ്ക് കൊണ്ടുവരാൻ പറഞ്ഞു, കഴുതപ്പാൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ ഡിപ്പ് ചെയ്ത ശേഷം, സ്റ്റിക്ക് ഡിപ്പ് ചെയ്ത ശേഷം ഒരു ഫ്യൂ ഡ്രോപ്സ് ഡെഡ് ഗേൾസിൻ്റെ ലിപ്സിലോട്ട് ഇട്ട് കൊടുത്തു. അറ്റ് വൺസ് ഷീ സാറ്റ് അപ്പ് സ്ട്രെച്ചിങ് ആൻഡ് യാണിങ്. ആ നിമിഷത്തിൽ ആ ഗേൾ എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്ത്, യാണെന്ന് വെച്ചാൽ നമ്മൾ കൊട്ടവായി വിടത്തില്ലേ, അതിനെ യോണിങ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വിട്ടിട്ട് ആസ്കിങ് എവരി വൺ ഹൗ ലോങ് ഷീ ഹാഡ് ബീൻ അസ്ലീപ്. എന്നിട്ട് എല്ലാവരും ചോദിക്കണം, ഞാൻ എത്ര നേരമായിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആൻഡ് വാട്ട് ദ ക്രൗഡ് വാസ് ഓൾ അബൌട്ട്, എന്താ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുന്നത് എന്നും ചോദിച്ചു. നൗ ദ യങ്ങസ്റ്റ് കസിൻ ടോൾഡ് ഹിസ് ആൻഡ്. അപ്പം യങ്ങസ്റ്റ് കസിൻ പറയുവാണ് ആൻറ്റിയോട്, ഐ ബ്രോഡ് ഹെർ ടു ലൈഫ്, ഞാനാണ് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. സോ യു ഷുഡ് ലെറ്റ് മീ മാരി ഹെർ. അപ്പം നിങ്ങൾ എനിക്ക് അവളെ കല്യാണം കഴിച്ച് തരണം. ദ സെക്കൻഡ് കസിൻ സെഡ്, we were hundreds of miles away, but for my chariot, how could we have come here in time? So I deserve the bread. അപ്പോൾ സെക്കൻഡ് കസിൻ പറഞ്ഞു, നമ്മൾ 100 മൈൽസ് ദൂരെയായിരുന്നു, അപ്പം എൻ്റെ ചാരിയറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം എത്തിയത്, സ്പീഡാണ് എത്തിയത്, അപ്പം എനിക്ക് വേണം കല്യാണം കഴിച്ച് തരാൻ. സോ ദ എൽഡസ്റ്റ് വൺ സെഡ് ആംഗ്രിലി, ആഹാ, സോ വാട്ട് ഇഫ് ദിസ് ഫെലോ ഹാഡ് എ മാജിക് സ്റ്റിക്ക് വിച്ച് ബ്രോട്ട് ഹെർ ടു ലൈഫ്, ആൻഡ് സോ വാട്ട് ഇഫ് ദിസ് അതർ ഫെലോ ഹാഡ് എ ചാരിറ്റ് ടു ബ്രിങ് us here? What would we have done if we hadn't known our dead aunt's daughter was already dead? That's why my mirror is the best. I am the one who is going to marry her. Arrange a wedding. അപ്പം എൽഡസ്റ്റ് വൺ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും ഓരോ റീസൺസ് പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മിറർ യൂസ് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായത് ആൻറ്റിയുടെ അങ്ങളുടെ ഡോട്ടർ മരിച്ചു കിടക്കുന്നു എന്നുള്ളത്. ഇല്ലായിരുന്നു എന്ത് ചെയ്തേനായിരുന്നു. അപ്പം എനിക്ക് വേണം കല്യാണം കഴിപ്പിച്ച് തരാൻ മകളെ, അറേഞ്ച് ദ വെഡിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യൂ എന്ന് പറഞ്ഞു. സോ ദ 3 of them fought with each other. അപ്പം 3 പേരും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഈച്ച് തിങ്കിങ് ദാറ്റ് ഹി വാസ് എ റൈറ്റ്ഫുൾ സൂട്ടർ ഫോർ ദ ഡെഡ് ഗേൾ നൗ കം അലൈവ്. അപ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ ഓരോരുത്തരും അവരവരെ തന്നെ ബെസ്റ്റ് സ്യൂട്ടറായിട്ട്, റൈറ്റ്ഫുൾ സ്യൂട്ടറായിട്ട് കരുതുന്നു. സ്യൂട്ടർ മീൻസ് കല്യാണം കഴിക്കാൻ പറ്റിയ ആളായിട്ട് കരുതുന്നു. ദ കേസ് വെൻ ടു ദ, അവസാനം വഴക്ക് കുറച്ച് കൂടിയപ്പോഴത്തേക്ക് ദ കേസ് വെൻ ടു ദ വില്ലേജ് കൗൺസിലിൻ്റെ അടുത്ത് കേസ് പോയി. അത് കഴിഞ്ഞ് എവിടെ പോയി, ടു കോർട്ട്, ആഫ്റ്റർ കോർട്ട് ഓഫ് അപ്പീൽ. ബട്ട് നോ വൺ കുഡ് ഡിസൈഡ് ഹു വാസ് റൈറ്റ്. പക്ഷേ കോർട്ടിൽ വരെ പോയിട്ടും ആർക്കും ഡിസൈഡ് ചെയ്യാൻ നോക്കുന്നില്ല ആരാണ് ഇതിൽ കറക്റ്റ്, റൈറ്റ്. At one of these places where they were arguing with each other, a wise old man held their hands. Held their hands means ആ വൈറ്റ് മാൻ അവരെ ഹെൽപ്പ് ചെയ്തു, അവരുടെ അഡ്വൈസ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അവരിങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വയസ്സായിട്ടുള്ള ഓൾഡ് മാൻ വരുന്നുണ്ട്. അവർ ഹെൽഡ് ദെയർ ഹാൻഡ്സ് മീൻസ് ഹെൽപ്പ്, ഗൈഡ് ചെയ്യുന്നു, അഡ്വൈസ് കൊടുക്കുന്നു. ആൻഡ് ആസ്ക്ഡ് ദം ടു ടെൽ ഹിം വാട്ട് ദ ഡിസ്പ്യൂട്ട് വാസ്.
എന്നിട്ട് അവരോട് ചോദിക്കുവാണ് എന്താ ഈ വഴക്കിൻ്റെ കാര്യം എന്നും പറഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യുവാണ്. ഓൾ ത്രീ ഷോഡ് ഹിം ദെയർ മാജിക് ഒബ്ജക്ട്സ്. അപ്പോൾ ഈ മൂന്ന് പേരും അവരുടെ മാജിക് ഒബ്ജക്ട്സ് ആ ഓൾഡ് വൈസ്മാനെ കാണിക്കുന്നു. ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ദ ആൻഡ്സ് ഡോട്ടർ. എന്നിട്ട് ഈ ആൻറ്റിയുടെ ഡോട്ടറിനെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നു. ദ ഓൾഡ് മാൻ ലിസൺ ടു ദം കെയർഫുള്ളി ആൻഡ് ആസ്ക്ഡ് ദം ടു വെയിറ്റ് വൈൽ ഹി വെന്റ് ആൻഡ് ടോക്ക് ടു ദർ ആൻഡ് ആൻഡ് ഹെർ ഡോട്ടർ. അപ്പോൾ ഓൾഡ് മാൻ ഇതെല്ലാം കെയർഫുള്ളി ലിസൺ ചെയ്തു, ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, ഞാൻ അകത്ത് പോയി ആൻറ്റിയുടെക്കലും മകളുടെക്കലും സംസാരിച്ചിട്ട് വരാം. വെൻ ഹി കെയിം ടു ദെയർ ഹൗസ് ഹി ഫൗണ്ട് ദ ടു വിമൻ wringing their hands in great distress over the three suitors. അപ്പോൾ വീടിൻ്റെ അകത്ത് കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഭയങ്കര വറിയും ടെൻഷനും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ, ആൻഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൈ റബ്ബ് ചെയ്യുകയും ട്വിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യത്തില്ലേ, ജസ്റ്റ് ഒരു നെർവസ് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ അതിനെയാണ് ഈ wringing their hands. അപ്പോൾ അകത്ത് കയറി ചെന്നപ്പോൾ ഓൾഡ് മാൻ wringing hands എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഓൾഡ് വൈസ് മാൻ കാണുന്നത് നമ്മുടെ ആൻറ്റിയും ഡോട്ടറും ദേ വർ ബ്രിങ്ങിങ് ദെയർ ഹാൻഡ്സ്, ടെൻഷനിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുവാണ്. ഹൗ ക്യാൻ ഐ മാരി 3 men cried the girl. അപ്പോൾ ഈ ഗേൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ ഈ 3 പേരെ കല്യാണം കഴിക്കും. ദ ഓൾഡ് മെൻ ക്വയറ്റഡ് ദം, അവരെ ശാന്തരാക്കിയിട്ട് ആൻഡ് ടോൾഡ് ദ യങ് വുമനോട് പറഞ്ഞു, തിങ്ക് അബൌട്ട് വാട്ട് ഐ എം ഗോയിങ് ടു സേ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു. ദർ ഈസ് എ ബഫലോ വിത്ത് നോ ബോൺസ്, one without hands milks it, and one without a mouth drinks the milk. Think about this. ഇത്രവേ ഓൾഡ് മാൻ പറയുന്നുള്ളൂ. ഇതിൻ്റെ ആൻസർ നമ്മുടെ സ്റ്റോറിയുടെ ലാസ്റ്റ് പാരഗ്രാഫിൽ വരും. അപ്പം ഞാനിത് വിശദീകരിക്കാം. ദെൻ ഹി ലെഫ്റ്റ് ആസ് ഹി ഹാഡ് കം. എന്നിട്ട് ഓൾഡ് മാൻ തിരിച്ചു വന്നു. ഇറ്റ് വാസ് ഈവനിങ്. ദ 3 quarreling cousins came there still arguing. അപ്പോൾ ഈ കസിൻസ് എല്ലാം പിന്നെ ആർഗ്യൂ ചെയ്ത് ക്വാറൽ ചെയ്ത് അങ്ങനെ ഇരിക്കുവാണ്. ദ ഡോട്ടർ poured some warm milk into a bowl and asked all 3 to drink it. ഒരു ബൗളിലോട്ട് വെച്ചിട്ട് അവർക്ക് കുടിക്കാൻ കൊടുത്തു. All 3 of them asked almost in chorus. അപ്പോൾ ആ 3 പേരും ഒരു കോറസിൽ ഒരുമിച്ച് പെട്ടെന്ന് ചോദിച്ചേ, ഹൗ ക്യാൻ വി ഡ്രിങ്ക് മിൽക്ക് ഫ്രം ദ സെയിം ബൗൾ. അപ്പോൾ ഒരു സെയിം ബൗളിൽ 3 പേര് എങ്ങനെയാണ് പാല് കുടിക്കുന്നത്? She said, you are like fathers to me, all 3 of you. Have you ever heard of fathers marrying daughters? You gave me life, so I can't marry you. അപ്പോൾ ആ ഗേൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും എനിക്ക് അച്ഛനെ പോലെയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അച്ഛൻ മകളെ കല്യാണം കഴിക്കുന്നതായിട്ട്? നിങ്ങളാണ് എനിക്ക് ജീവിതം തന്നത്. കാരണം ഓരോരുത്തരും ഓരോരോ റീസൺ വഴി ആ കുട്ടിക്ക് ജീവിതം കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മിറർ വെച്ച് കണ്ടുപിടിച്ചു, മറ്റേ ആൾ ചാരിറ്റി കൊണ്ട് പെട്ടെന്ന് വന്നു, മൂന്നാമത്തെ ആൾ അപ്പൻ്റെ ലൈഫ് സ്റ്റിക്ക് യൂസ് ചെയ്ത് അപ്പൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവന്നു. സോ ഐ കാൺട്ട് മാരി എനി ഓഫ് യു. അപ്പോൾ എനിക്ക് ആരെയും കല്യാണം കഴിക്കാൻ ഒക്കത്തില്ല. ഈച്ച് ഓഫ് യു വിൽ ഹാവ് ടു ഫൈൻഡ് സമ്മൺ എൽസ് ടു മാരി. അപ്പോൾ നിങ്ങൾ 3 പേരും വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണം കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക്. സോ ദേ വെൻറ്റ് ദെയർ വേസ് ആൻഡ് മാരിഡ് സ്യൂട്ടബിളി എൽസ്വെയർ ആൻഡ് ഫൗണ്ട് ഹാപ്പിനെസ്. അപ്പോൾ അതായത് അവർ വേറെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ച് അവർ സന്തോഷത്തോടെ ജീവിച്ചു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഓൾഡ് മാൻ സെയിങ്? ഇനിയാണ് ആ ഓൾഡ് വൈസ് മാൻ പറഞ്ഞതിൻ്റെ മീനിങ് പറയാൻ പോകുന്നത്. എ ബഫലോ വിത്തൗട്ട് ബോൺസ്, വൺ വിത്തൗട്ട് ഹാൻഡ്സ് മിൽക്സ് ഇറ്റ്, ആൻഡ് വൺ വിത്തൗട്ട് എ മൗത്ത് ഡ്രിങ്ക്സ് ഇറ്റ്. ദ റെയിൻ ക്ലൗഡ് ഈസ് എ ബഫലോ വിത്തൗട്ട് ബോൺസ്. അപ്പം ബഫലോ വിത്തൗട്ട് ബോൺസ് എന്ന് പറയുന്ന ആരെ ഉദ്ദേശിച്ചാൽ റെയിൻ ക്ലൗഡിനെയാണ്. ദ വിൻഡ് ഈസ് എ വൺ വിത്തൗട്ട് ഹാൻഡ്സ് ദാറ്റ് മിക്സ് ഇറ്റ്. അപ്പം ദ വിൻഡിനെയാണ് വിത്തൗട്ട് ഹാൻഡ്സ് ദാറ്റ് മിക്സ് ഇറ്റ് എന്ന് പറയുന്നത്. ഈ ഇട്ടെന്ന് റെഫർ ചെയ്യുന്ന ക്ലൗഡിനെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, റെയിൻ എങ്ങനെ ഫോം ആകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെയിൻ ഏതൊക്കെ പ്രോസസ്സിലൂടെ, ഇവാപ്രേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ. അപ്പം നമ്മുടെ ഈ വാട്ടർ ബോഡീസിലൊക്കെ, അതായത് പോണ്ട്, സ്ട്രീം, അതായത് ചെറിയ അരുവികൾ, ലേക്ക്, ഓഷൻ എക്സെട്ര, അങ്ങനെ അവിടെയുള്ള വാട്ടർ ബോഡീസിലുള്ള വെള്ളമൊക്കെ ഇവാപ്രേറ്റ് ആകും സൂര്യൻ്റെ ചൂട് കാരണം. അപ്പോൾ ഈ ഇവാപ്രേറ്റായ വെള്ളം എങ്ങോട്ട് പോകും? മേലോട്ട് പോകും. അപ്പം ഈ നമ്മൾ ഈ ഹിൽ റേഞ്ചിൽ കയറുമ്പം തണുപ്പ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതേപോലെ ഈ മേലോട്ട് പോകുമ്പോൾ, ഹൈ ആൽറ്റിറ്റ്യൂഡിൽ പോകുമ്പോൾ തണുപ്പാണ്. അപ്പോൾ ഈ നീരാവി മേളിൽ പോകുമ്പോൾ കണ്ടൻസ് ആകും. അപ്പം നമ്മുടെ നീരാവി കണ്ടൻസായി. അപ്പോൾ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ക്ലൗഡ്സിൽ ഇതെല്ലാം ഒത്തുചേരും. അപ്പോൾ ഈ ക്ലൗഡ്സിന്, ഈ ടൈനി ഡ്രോപ്ലെറ്റ്സ് എന്ന് പറഞ്ഞ ഈ ക്ലൗഡ്സിന് വിൻഡ് മൂവ് ആക്കി കൊണ്ടുപോകുമ്പോൾ ഈ ഇവാപ്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു നേരമല്ലല്ലോ ഇവാപ്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ടൈനി ഡ്രോപ്ലെറ്റ്സ് വലിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മഴയായിട്ട് താഴെ വീഴും. അപ്പോൾ ഈ ടൈനി ഡ്രോപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സിനെ മൂവ് ചെയ്യുന്നത് ആരാണ്? വിൻഡല്ലേ. അപ്പം ദ റെയിൻ ഈസ് എ ബഫലോ വിത്തൗട്ട് ബോൺസ് എന്ന് പറയുന്നുണ്ട്. ദ വിൻഡ് ഈസ് എ വൺ വിത്തൗട്ട് ഹാൻഡ്സ് ദാറ്റ് മിൽക്സ്
cloud. ഇനി ആൻഡ് ദ എർത്ത് ഈസ് ദ വൺ വിത്തൗട്ട് എ മൗത്ത് ദ ഡ്രിങ്ക്സ് എ മിൽക്ക് ഓഫ് ദ ക്ലൗഡ്. അതായത് ക്ലൗഡിൽ നിന്ന് മഴ ഇങ്ങനെ മേളിൽ നിന്ന് വീഴുമ്പോഴത്തേക്ക് എർത്തിലാണ് അത് അബ്സോർവ് ആവുന്നത്. അപ്പം ദ റെയിൻ, ദ വിൻഡ്, ദ എർത്ത്, ഈ മൂന്നും ദ ത്രീ ടുഗദർ ഗിവ്സ് അസ് ലൈഫ്, നമുക്ക് ലൈഫ് തരുന്നത്. അപ്പം ദേ ആർ ലൈക്ക് പേരൻസ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ദീസ് ത്രീ കസിൻസ് ടുഗദർ ഗേവ് ദ ഗേൾ ലൈഫ് ആൻഡ് സോ വെയർ ലൈക്ക് ഹർ പാരൻസ്. അപ്പോൾ ഈ 3 കസിൻസൂടെ ചേർന്നാണ് ഈ ഗേളിന് ലൈഫ് കൊടുത്തത്. അതായത് ഒരാളുടെ മിറർ വെച്ച് യൂസ് ചെയ്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞു, മറ്റേ ആളുടെ ചാരിറ്റി യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് 100 മൈൽസ് ദൂരെ സ്പീഡായിട്ട് യാത്ര ചെയ്ത് എത്താനൊത്ത്. അതുപോലെ അതായത് യങ്ങസ്റ്റ് കസിൻ്റെ സ്റ്റിക്ക് കാരണം ആ ഗേളിന് ജീവൻ കിട്ടി. അപ്പം ദാറ്റ്സ് വൈ ഷീ വുഡിൻ മാരി ദം. അതുകൊണ്ടാണ് ഷീ ഡിഡിൻ മാരി എനി വൺ, ഷീ മാരിഡ് സമ്മൺ എൽസ്. വേറെ ആരെയോ കല്യാണം കഴിച്ചു. എ നൈസ് ഹാൻസം മാൻ ആൻഡ് ഫൗണ്ട് ഹാപ്പിനെസ് ആൻഡ് ഷീ ലിവ്ഡ് ഹാപ്പിലി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. താങ്ക് യു.